ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണീക്ക് ഈറ്റ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പി വീഡിയോ ആയിട്ടൊന്നുമല്ല. ബേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോമൺ ആയിട്ട് സംഭവിക്കുന്ന കുറച്ച് മിസ്റ്റേക്സും നിങ്ങൾ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ബേക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിക്കും. അതെങ്ങനെ നമുക്ക് റിക്കവർ ചെയ്യാം, അതേപോലെ തന്നെ അതിനുള്ള ടിപ്സ് എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, കേക്കൊക്കെ നല്ലപോലെ റെഡി ആയിട്ട് വരും, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും, നല്ല ഹൈറ്റൊക്കെ കിട്ടും, പക്ഷേ കേക്കിൻ്റെ മുകൾ ഭാഗം മാത്രം ഒട്ടിപ്പിടിക്കുന്നു, കൈ വയ്ക്കുന്ന സമയത്ത് ക്രംസൊക്കെ കയ്യിലാവുന്നു എന്നുള്ളൊരു പരാതി പറയാറുണ്ട്. അത് സാധാരണ രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്നാമത്തെ മെയിനായിട്ടുള്ള കാരണം, നമ്മൾ ഓവനിലല്ലാതെ ഗ്യാസ് സ്റ്റോപ്പിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗം ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓവനിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ ചൂടെത്തിയിട്ട് ആദ്യം നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം ബേക്ക് ആയതിന് ശേഷം മാത്രമേ താഴെ ഭാഗം ബേക്ക് ആവുള്ളൂ. എന്നാൽ നമ്മൾ നേരെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അടിഭാഗം കുക്കായി പതുക്കെയാണ് മേലെ ഭാഗം കുക്കാവുന്നത്. അത്രയും സമയം ഈ ഒരു ആവി വന്നിട്ട് നമ്മുടെ ഈ ഒരു അടപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ വന്നിരിക്കും. അതിലുള്ള നീരാവി കൊണ്ട് നമ്മുടെ മേലെ ഭാഗം ഇങ്ങനെ ഒട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു ടിപ്പുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട്, അതായത് ഒരു 1 kg കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തുറന്നിട്ട് ഒരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് അപ്പം തന്നെ അടപ്പ് വെച്ച് കൊടുക്കുക. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മുകൾ ഭാഗം ഒട്ടുന്ന പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി 1/2 കിലോയുടെ കേക്കാണ്, ഒരു 2 മുട്ടയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന കേക്കാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുടച്ച് ഇതേപോലെ വെച്ചാൽ മതി. അതിന് മുമ്പ് നമ്മൾ ഈ ഒരു അടപ്പ് തുറക്കുന്ന സമയത്ത് കേക്ക് നന്നായിട്ട് പൊങ്ങിയിട്ട് വരില്ല. അതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാരണം, ഷുഗറിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലിൻ്റെയോ അളവ് കൂടിപ്പോയി കഴിഞ്ഞാലും ഇതേപോലെ തന്നെ നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം ഒട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഏത് കേക്കാണോ ചെയ്യുന്നത്, അതിൽ നിങ്ങൾ ഏത് റെസിപ്പിയാണോ ഫോളോ ചെയ്യുന്നത്, അവർ പറയുന്ന അതേ റെസിപ്പി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓയിലിൻ്റെയും ഷുഗറിൻ്റെയും ഒന്നും അളവ് കൂടില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലാണ് നിങ്ങൾ ബേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവനിൽ ബേക്ക് ചെയ്യുന്നവർക്കാണ് കേക്കിൻ്റെ മുകൾ ഭാഗം പെട്ടെന്ന് കുക്കായി ക്രാക്സ് വരാൻ തുടങ്ങും, അതായത് വിണ്ട് കീറാൻ വേണ്ടിയിട്ട് തുടങ്ങും, പക്ഷേ അടിഭാഗം ഇട്ട് കുക്കാവത്തുമില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കാറുണ്ട്. അതിനുള്ള മെയിനായിട്ട് കാരണം, നമ്മൾ ഓവനിൽ ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യും. ഈ ഒരു ടെമ്പറേച്ചർ തന്നെ കേക്കിൻ്റെ അവസാനം വരെ കേക്കിന് വേണമെന്നുണ്ടാവില്ല. നമ്മളൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിയുന്ന സമയത്ത് മേലെ ഭാഗം ഏകദേശം ഒന്ന് കുക്കായും തോന്നിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ പതുക്കെ ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ 180 കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ മേലെ ഭാഗം ക്രാക്ക് വരാൻ തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ ഒരു 170 അല്ലെങ്കിൽ ഒരു 160 ഇട്ടിട്ട് ബേക്കിംഗ് സമയം കുറച്ച് കൂട്ടിയിട്ട് കൊടുത്തതിന് ശേഷം കേക്ക് ബേക്ക് ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേക്കിൻ്റെ മുകൾ ഭാഗം പൊട്ടുന്ന പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് പേര് അത് പൊട്ടുന്ന എന്തുകൊണ്ടാണ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ടെമ്പറേച്ചർ അതിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓവനിൽ വെക്കുന്ന കേക്ക് മുകൾ ഭാഗം പൊട്ടുന്നതും കരിഞ്ഞു പോകുന്നതൊക്കെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ പലർക്കും സംഭവിക്കുന്ന ഒരു തെറ്റാണ്, കേക്കിൻ്റെ നടുഭാഗം കൊഴിഞ്ഞു പോവുക. കേക്ക് നല്ലപോലെ കുക്കായിട്ട് വരും, പക്ഷേ നടുഭാഗം കൊഴിഞ്ഞിട്ടിരിക്കും. അതിന് മെയിനായിട്ട് 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം, നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് എഗ്ഗ് നല്ലപോലെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലോർ മിക്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് നമ്മൾ ഈ ഒരു ബാറ്റർ കുത്തി ഇളക്കി കഴിഞ്ഞാൽ ഇതേപോലെ കേക്ക് താഴ്ന്നിട്ട് പോകും. അതേപോലെ തന്നെ നമ്മൾ ബേക്ക് ആവുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു അടപ്പ് തുറന്ന് ബേക്കായോ എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്തും ഈ ഒരു സംഭവം നമ്മുടെ കേക്കിൽ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയാണോ നമ്മൾ സമയം പറഞ്ഞിട്ടുള്ളത് ആ സമയത്തിൻ്റെ ഒരു 1/4 ഭാഗമെങ്കിലും ആവാതെ നമ്മൾ ഒരിക്കലും കേക്ക് ബേക്കായൊന്ന് തുറന്ന് നോക്കരുത്. അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതേപോലെ കേക്കിൻ്റെ നടുഭാഗം സിങ്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്.
ഇനി അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കിൻ്റെ നടുഭാഗം മാത്രം പൊങ്ങിയിട്ട് വരുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതിന് മെയിനായിട്ട് ഒരു കാരണമാണുള്ളത്. നമ്മൾ കേക്കിൽ ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ എക്സ്പയർഡ് ആവുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ ഇതേപോലെ നടുഭാഗം മാത്രം പൊങ്ങിയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നല്ലപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പലരും ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. നമ്മൾ ഈ ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് കേക്കിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് വളരെ കുറവായിരിക്കും. ഉണ്ടാവും, പക്ഷേ നമുക്ക് ശരിക്ക് കിട്ടുന്ന ഒരു എഫക്റ്റ് അത് കേക്കിൽ കാണിക്കില്ല. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബേക്കിംഗ് പൗഡറും സോഡയൊക്കെ ഒരുപാട് കാലം നമ്മൾ വെക്കരുത്. അതൊരു എക്സ്പയർഡ് ആവുന്ന ഒരു സമയം, നമ്മൾ ചിലപ്പോൾ 1-2 കേക്ക് ഉണ്ടാക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പെട്ടി ബേക്കിംഗ് പൗഡർ തന്നെ നമുക്ക് ധാരാളമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കി പിന്നെ കുറേ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു ബേക്കിംഗ് പൗഡറൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കുറഞ്ഞു പോയിട്ടുണ്ടാവും. നിങ്ങൾ മിനിമം ഈ ഒരു ബേക്കിംഗ് പൗഡർ ഒരു 3 months അല്ലെങ്കിൽ ഒരു 4 months ഒക്കെ ഉപയോഗിക്കുക. അതിന് ശേഷം അത് കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ നമുക്കത് കേക്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് ശരിയായ രീതിയിലുള്ള ഒരു എഫക്റ്റ് അതിനോട് കിട്ടില്ല. അതേപോലെ തന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്ന വേറൊരു ഡൗട്ടാണ്, നമുക്ക് കേക്കിൽ റൂം ടെമ്പറേച്ചറിൽ ഉള്ള എഗ്ഗ് തന്നെ ഉപയോഗിക്കണോ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന എഗ്ഗ് ഉപയോഗിക്കാമോ എന്ന്. എൻ്റെ അനുഭവത്തിൽ എനിക്ക് 2 രീതിയിലുള്ള മുട്ട ഉപയോഗിച്ച സമയത്തും ഒരേ രീതിയിലുള്ള ഒരേ റിസൾട്ടിലുള്ള കേക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹൈറ്റ് കിട്ടുന്ന കേക്കാണ് ഞാൻ എൻ്റെ റെസിപ്പിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന റെസിപ്പിയിലൊക്കെ എനിക്ക് കിട്ടാറുള്ളത്. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കുറച്ച് നേരം പുറത്ത് വെക്കുന്ന സമയത്ത് മുട്ടയുടെ പുറം ഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ തുള്ളികൾ ഇങ്ങനെ കാണും. ഈ വെള്ളത്തിൻ്റെ തുള്ളി നമ്മൾ കേക്ക് അതായത് മുട്ട പൊട്ടിച്ചിട്ട് ഇടുന്ന സമയത്ത് ഈ ഒരു വെള്ളത്തിൻ്റെ തുള്ളി ഈ ഒരു ബൗളിലോട്ട് ആയി കഴിഞ്ഞാൽ കേക്ക് നന്നായിട്ട് പൊങ്ങിയിട്ട് വരില്ല. അത് കേക്ക് നന്നായിട്ട് ബീറ്റായിട്ട് വരില്ല. വെള്ളത്തിൻ്റെ തുള്ളി എവിടെയുണ്ടോ നമ്മുടെ ബൗളിലോ അല്ലെങ്കിൽ മുട്ടയുടെ തോടിലോ എങ്ങനെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു എഗ്ഗ് നല്ലപോലെ പതഞ്ഞിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ കേക്കിന് ആവശ്യമായിട്ടുള്ള എഗ്ഗ് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വെള്ളത്തിൻ്റെ തുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന മുട്ട ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടും. അതേപോലെ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, കേക്കിൽ നമ്മൾ കോൺഫ്ലോർ ചേർക്കുന്നതുകൊണ്ടുള്ള യൂസ് എന്താണെന്ന്. കേക്കിൽ കോൺഫ്ലോർ ചേർക്കാതെയും അതേപോലെ ചേർത്തുകൊണ്ട് നമുക്ക് 2 രീതിയിലുള്ള കേക്ക് ഉണ്ടാക്കാം. പക്ഷേ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കോൺഫ്ലോർ ആഡ് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് നോക്കണം. അതായത് നമ്മൾ കേക്കിൽ കോൺഫ്ലോർ ആഡ് ചെയ്യുന്ന സമയത്ത് കേക്കിനെ അതിനെ സോഫ്റ്റ് ആക്കാനും അതേപോലെ തന്നെ കേക്കിൻ്റെ ഹൈറ്റ് കൂട്ടാനും കേക്ക് ബേക്ക് ആവുന്ന സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. എൻ്റെ റെസിപ്പിയിലാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂണും കൂടെ മൈദയ്ക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത്. ആ ഒരു അളവിൽ ചേർത്താൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെട്ടെന്ന് ബേക്ക് ആവുന്ന കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു കോൺഫ്ലോർ ചേർക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഈ ഒരു 3 കാര്യങ്ങളാണ്. കേക്ക് നല്ലപോലെ സോഫ്റ്റ് ആവും, എൻ്റെ റെസിപ്പീസ് ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. അതേപോലെ തന്നെ മൈദ മാത്രം ചേർത്തിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നതിനേക്കാൾ ബേക്കിംഗ് സമയം ഒരുപാട് കുറവായിരിക്കും കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ബേക്ക് ചെയ്യുന്ന കേക്കിന്. അതേപോലെ തന്നെ ഹൈറ്റ് കൂടുതൽ കിട്ടാനുമാണ് ഈ ഒരു കോൺഫ്ലോർ നമ്മൾ കേക്കിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ സംഭവിക്കുന്ന ഒരു തെറ്റാണ് കേക്ക് വല്ലാതെ സോഫ്റ്റായി പോവുക. നമുക്ക് കേക്ക് കട്ട് ചെയ്യാനും കൂടെ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അതിനുള്ള മെയിനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ് ആയിട്ടുള്ള, അതായത് വെള്ളം പോലെയുള്ള സാധനങ്ങൾ, കേക്ക് മിക്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാലും ഓയിലും ഒക്കെ ചേർത്ത് കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളുടെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ കേക്ക് വല്ലാതെ സോഫ്റ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിന് അബ്സോർബ് ചെയ്യുന്നതിലേക്കും കൂടുതൽ അളവിൽ നമ്മൾ ഈ ഒരു വെള്ളം പോലെയുള്ള സാധനങ്ങൾ, അതായത് വെള്ളമോ ഓയിലോ പാലോ എന്തെങ്കിലും അധികം ചേർത്ത് പോയി കഴിഞ്ഞാൽ ഇതേപോലെ കേക്ക് പൊട്ടിപ്പോവാനുള്ള, ഓവർ മോയ്സ്റ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാം എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻസ് ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കാം. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക്
കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറന്നു പോകരുത്.